നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സമരപ്പന്തൽ കെട്ടിയിരിക്കുമെന്ന് അവള് മാത്രമല്ല, അവളുടെ അമ്മയും. അത് നല്ല ഐഡിയ എളിയ. ഒരു ചർക്കയും കൊണ്ട് വരാൻ പറയണം. അപ്പൊ നൂൽ നൂൽക്കാൻ പറ്റും. പണ്ട് ഗാന്ധിജി ചെയ്ത പോലെ. ആ, അവള് ചിലപ്പോ അങ്ങനെ ചെയ്തെന്നും വരും. ഏത് വകുപ്പിലാ? അവൾക്ക് വിവാഹ വാഗ്ദാനം നൽകി നീ വഞ്ചിച്ചു എന്നും പറഞ്ഞേ നിയമപരമായിട്ട് അവൾക്ക് നീങ്ങാമല്ലോ. ഇപ്പൊ എനിക്കൊരു സംശയമുണ്ട്. ഇവിടുന്നാണോ അവള് പറഞ്ഞ ഡയലോഗുകളൊക്കെ എഴുതി കൊടുത്തതെന്ന്? കാരണേ ഇതൊക്കെ തന്നെയാ അവൾ എന്നോട് പറഞ്ഞത്. വഞ്ചനാ കുറ്റം, ആത്മഹത്യാ പ്രേരണ കുറ്റം, ഇങ്ങനെയുള്ള വകുപ്പുകളെല്ലാം ചേർത്ത് അവള് കോടതിയില് സ്യൂട്ട് ഫയൽ ചെയ്യുമെന്ന്. വക്കീല എന്നെ കോടതിയും കേസും പറഞ്ഞ് വരട്ടാൻ നോക്കുക. എന്നിട്ട് അളിയനെന്ത് പറഞ്ഞു? എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. അത് മാത്രമല്ല, ഈ മയൂരി എന്ന പേരിന് മുകളില് ഒരു വെട്ടല്ല, കുനുകുനാന്ന് ഞാനങ്ങ് വെട്ടി. ഇതെല്ലാം നീ വരുത്തി വെച്ചതാ. ഞാൻ വരുത്തി വെച്ചെന്നോ? ഞാനെന്ത് ചെയ്തു? ഏട്ടൻ എന്തിനാ പറയുന്നത്? ആ നശിച്ച സ്ത്രീയെ പറഞ്ഞാ മതിയല്ലോ. അവരന്ന് വന്ന ചാർത്ത് കൈമാറ്റം മുടക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ദൈവം അയച്ച ഒരാളെ പോലെയാവും ദേവിക വന്നതെന്ന് എനിക്കിപ്പോ തോന്നുക. ആ മയൂരി എങ്ങാനും കെട്ടേണ്ടി വന്നിരുന്നെങ്കിലേ നിങ്ങൾ എല്ലാവരും അനുഭവിക്കേണ്ടി വന്നേനെ. അത് ശരിയാ. ചിലര് വലതുകാലി വെച്ച് കേറി വന്നാൽ അതോടെ ആ കുടുംബം കോഞ്ഞാട്ടയാവും. നിങ്ങൾ ഒറ്റ ഒരുത്തൻ അവനെ വഷളാക്കുന്നത്. അത് പിന്നെ അങ്ങനെ വേണ്ടേ പ്രേമേ? ഞാനിത് നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ. എനിക്ക് നിലപാട് ഒന്നേ ഉള്ളൂ.